നമസ്കാരം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു കർവിൻ്റെ ടാൻജൻറ്റ് എന്നുള്ളതാണ്. ടാൻജൻറ്റ് എന്ന വേർഡ് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കേട്ട് പരിചയിക്കുന്ന വാക്കാണ്. അവിടെ നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു കർവിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നതാണ് ടാൻജൻറ്റ്. ഇതാണ് നമുക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മൾ സർക്കിളിൻ്റെ ടാൻജൻറ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ വെച്ചാണ് നമ്മൾ ടാൻജൻറ്റ് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു കർവിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു പോകുന്നു, അതിനെയാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്ന് പഠിക്കുകയും അവിടെ വെച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തു പോകുന്നു, അതുകൊണ്ട് ടാൻജൻറ്റ് കർവിനെ കട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ടാൻജൻറ്റിനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസെപ്റ്റ് അല്ല. താഴ്ന്ന ക്ലാസ്സുകളിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു തരുന്നൊരു കാര്യം മാത്രമാണ് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു പോകുന്നു എന്ന് പറയുന്നത്. ആക്ച്വലി ടാൻജൻറ്റിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയല്ല. എന്താണ് ടാൻജൻറ്റ്, അതിൻ്റെ ശരിയായ ഡെഫിനിഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് ഞാനൊരു കർവ് പരിഗണിച്ചു. തൽക്കാലം കർവിൻ്റെ ഇക്വേഷൻ എന്താണെന്നൊന്നും നോക്കുന്നില്ല, ഒരു കർവ് അത്രയുമേ ഉള്ളൂ. ഒരു പോയിന്റ് എടുത്തു പി. ഈ പി എന്ന പോയിന്റിൽ ടാൻജൻറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതിന് പി എന്ന പോയിന്റിനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പിക്ക് യാതൊരു മാറ്റമില്ല, ഫിക്സ്ഡ് പോയിന്റാണ്. ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ് ക്യൂ, ആ കർവിൻ്റെ മറ്റൊരു പോയിന്റ്. ആ പിയുടെ റൈറ്റ് സൈഡിലേക്ക് മാറിയുള്ള മറ്റൊരു പോയിന്റാണ് ക്യൂ. ഇനി ഈ പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടൊരു ലൈൻ വരയ്ക്കുന്നു. ആ കർവിലെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചിരിക്കുന്നു. നമ്മൾ അതിനെ കോഡെന്നാണ്, CHORD, കോഡ്. ഏത് കർവ് ആയിക്കൊള്ളട്ടെ, അതിലെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു കോഡാണ്. PQ എന്ന് പറയുന്നത് ഒരു കോഡാണ്. അപ്പോൾ PQ എന്ന കോഡ് നമ്മൾ പരിഗണിച്ചു. ഇനി ഈ ക്യൂ എന്ന പോയിന്റിനെ പതുക്കെ ഞാൻ മൂവ് ചെയ്യിക്കുകയാണ്. ക്യൂവിനടുത്തേക്ക് മൂവ് ചെയ്യിക്കുകയാണ് ക്യൂ എന്ന പോയിന്റിനെ. അങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ പതുക്കെ മൂവ് ചെയ്യുക. ആ മൂവ് ചെയ്യിക്കുമ്പോൾ ആ ക്യൂ എന്ന പോയിന്റ് ആ കർവിലൂടെ മൂവ് ചെയ്ത് പിയുടെ അടുത്തേക്ക് വരികയാണ്. ആ ക്യൂ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ കോഡ് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. കണ്ടല്ലോ, കോഡ് ഇങ്ങനെ മാറി മാറി വരിക. മാറി വന്ന് ക്യൂ അങ്ങ് പിയോട് അടുക്കുകയാണ്. വളരെ ക്യൂ ടെൻസ് ടു പി ആണ്, പിയോട് അപ്രോച്ച് ചെയ്ത് വരുന്നത്. അതിനനുസരിച്ച് ആ ലൈൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ലിമിറ്റ് എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷനുകൾക്കാണ് നമ്മൾ ലിമിറ്റ് പഠിച്ചത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എയോട് അടുക്കുമ്പോൾ എഫ് എക്സ് ഒരു വാല്യൂവിനോട് അടുക്കുന്നു. ആ അടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂവിനോട് അടുക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ കോഡ്, ഈ പി ക്യൂ എന്ന് പറയുന്ന കോഡ് ക്യൂ പിയോട് അടുക്കുമ്പോൾ ഈ പി ക്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യൂ പി എന്ന് പറയുന്ന കോഡ് മാറി വന്ന് അത് ഒരു ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുക. ക്യൂ പി ആവുന്നില്ല, പിയോട് അടുക്കുന്നേ ഉള്ളൂ. വെരി വെരി ക്ലോസ് ആവുകയാണ്. ക്ലോസ് ആയിട്ടില്ല, വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. വളരെ ക്ലോസ് ആയി കഴിഞ്ഞു. നോക്കുക, വളരെ ക്ലോസ് ആയി കഴിഞ്ഞു. ക്യൂ ആയിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ശരിക്കും ക്യൂവും പിയും സെയിം ആയിട്ടില്ല. ക്യൂ പിയോട് അടുത്തിട്ടേ ഉള്ളൂ. കൂടുതൽ അടുപ്പിക്കും തോറും ഈ കോഡ് ഒരു ലൈനിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കും. ആ കോഡ് ഏത് ലൈനിനോടാണോ അടുക്കുന്നത് ആ ലൈനിനെ നമ്മൾ ആ പോയിന്റിലെ ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ക്യൂ പിയോട് അടുക്കുമ്പോൾ, ക്യൂ എന്ന പോയിന്റ് പിയോട് അടുക്കുമ്പോൾ ക്യൂ പി എന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. ആ അടുക്കുന്ന ലൈനിനെ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ആ ക്യൂ പി എന്ന കോഡിൻ്റെ ലിമിറ്റാണ്, അല്ലെങ്കിൽ ആ ക്യൂ പി എന്ന കോഡിൻ്റെ ലിമിറ്റിംഗ് പൊസിഷൻ. ആ കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. അത് എന്തിനോടാണോ അടുക്കുന്നത് ആ അടുക്കുന്ന ലൈൻ, ഏത് ലൈനിനോടാണോ അപ്രോച്ച് ചെയ്യുന്നത് ആ അടുക്കുന്ന ലൈൻ, അല്ലെങ്കിൽ ആ ക്യൂ പി എന്ന കോഡിൻ്റെ ലിമിറ്റിംഗ് പൊസിഷൻ എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ടാൻജൻറ്റിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. ഇത് പറയുമ്പോൾ ഒരു കാര്യം, നമ്മളിപ്പോൾ ക്യൂ എന്ന പോയിന്റ് പിയുടെ റൈറ്റ് സൈഡിലാണ് എടുത്തത്. അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഈ പോയിന്റ് ഈ പിയുടെ റൈറ്റ് സൈഡിൽ എടുക്കുന്നതിന് പകരം പിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുത്ത് നോക്കാം. തൽക്കാലം ഈ റൈറ്റ് സൈഡിലെ പോയിന്റ് അങ്ങ് മാറ്റുകയാണ്. ഞാൻ ആ കോഡ് അങ്ങ് മാറ്റുന്നു. എന്നിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ, പിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുക്കുകയാണ് 6. എന്നിട്ട് ഈ പി ആറുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ളൊരു കോഡ് പരിഗണിക്കുകയാണ്.
ഇനി നേരത്തെ ചെയ്ത കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർ എന്ന പോയിന്റ് പിയോട് എടുക്കുമ്പോൾ നേരത്തെ നിന്നുള്ള വ്യത്യാസം, നേരത്തെ റൈറ്റ് സൈഡിൽ നിന്നാണ് പിയോട് അടുത്തതെങ്കിൽ ഇവിടെ അതിന് പകരം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പിയോട് അടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പിയോട് അടുക്കുകയാണ്. നോക്കിക്കോ, അങ്ങനെ അടുക്കുമ്പോൾ ക്യൂ പി അല്ല, ഇപ്പോൾ ആർ പി ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്യൂനോട് അടുക്കുകയാണ്. അടുക്കുമ്പോൾ ആർ പി എന്ന കോഡ് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നീങ്ങി ആർ പി എന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. എന്ത് ലൈനിനോടാണോ അടുക്കുന്നത് അതാണ് ടാൻജന്റ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു. എങ്ങനെയൊക്കെയാ? ഒന്ന്, നമ്മൾ ക്യൂ എന്ന പോയിന്റിനെ റൈറ്റിൽ നിന്ന് അടുപ്പിച്ചു. മറ്റൊന്ന്, ക്യൂ എന്ന പോയിന്റിനെ ലെഫ്റ്റിൽ നിന്ന് എടുത്തിട്ട് പിയോട് അടുപ്പിച്ചു. ഈ രണ്ട് കേസിലും, അതായത് പിയുടെ റൈറ്റ് സൈഡിലൊരു പോയിന്റ് ക്യൂ എടുത്തിട്ട് ക്യൂ പി എന്ന് പറയുന്ന കോഡ് എടുക്കുന്നു. എന്നിട്ട് ക്യൂവിനെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് പിയോട് അടുപ്പിക്കുന്നു. അപ്പോൾ ക്യൂ പി എന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. ഇതുപോലെ പിയുടെ ലെഫ്റ്റ് സൈഡിൽ ആർ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തിട്ട് അതിനെ നമ്മൾ പിയോട് അടുപ്പിക്കുന്നു. അപ്പോൾ ആർ പി എന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. അറിയില്ലേ? ആർ പി എന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. ഈ രണ്ട് കേസിലും ഈ ക്യൂ പി ആയാലും ആർ പി ആയാലും, അതായത് പിയുടെ റൈറ്റ് സൈഡിൽ നിന്നായാലും പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നായാലും, രണ്ട് സൈഡിലുമുള്ള പോയിന്റുകൾ ക്യൂയോട് അടുക്കുമ്പോൾ ഈ രണ്ട് ലൈനുകളും ഒരേ ലൈനിനോടാണ് അടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ടാൻജന്റ് എന്ന് വിളിക്കും. നമുക്ക് ഈ ചെയ്ത കാര്യങ്ങൾ രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് നമുക്ക് കണ്ടു നോക്കാം. രണ്ട് സൈഡിൽ നിന്ന് പോയിന്റ് എടുക്കുകയാണ്. എന്നിട്ട് രണ്ട് സൈഡ്, പിയുടെ റൈറ്റിൽ നിന്ന് ക്യൂ എടുത്തു, പിയുടെ ലെഫ്റ്റിൽ ക്യൂ എടുത്തു. ഈ ക്യൂവിനെയും പിയോട് അടുപ്പിക്കുന്നു, ഈ ആറിനെയും പിയോട് അടുപ്പിക്കുന്നു. അപ്പോൾ ക്യൂ പി എന്ന കോഡും ഈ ആർ പി എന്ന കോഡും എന്തിനോട് അടുക്കുന്നു നോക്കുക. രണ്ടും നമ്മൾ ഒരുമിച്ച് നമുക്ക് കണ്ടു നോക്കാം. ഒരുമിച്ച് നോക്കൂ. രണ്ട് ലൈനും അടുത്തടുത്ത് വരുന്നുണ്ട്. അടുത്ത് വന്ന് രണ്ടും ഒരേ ലൈനിനോടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കിട്ടിയ ലൈനിനെ, ദാറ്റ് മീൻസ് ആ കോഡ് എന്തിനോടാണോ അടുത്തത് അതിനെയാണ് നമ്മൾ ആ പി എന്ന പോയിന്റിലെ ടാൻജന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് അടുപ്പിച്ചപ്പോൾ രണ്ട് സൈഡിലും ഒരേ ലൈനിനോടാണ് പോയിന്റ് അടുത്തത്. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാ പോയിന്റുകളിലും എല്ലാ കർവുകൾക്കും ഇങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടുക്കുമ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് അടുക്കുമ്പോഴും രണ്ട് വ്യത്യസ്ത ലൈനുകളിലേക്കായിരിക്കാം അടുക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പറയും ആ കർവിന്, ആ പോയിന്റിൽ ടാൻജന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ മറ്റൊരു കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പോലെ തന്നെ പി എന്ന പോയിന്റ് എടുത്തു. പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ പിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ്, ക്യൂ. പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടൊരു കോഡ് പരിഗണിച്ചു. നേരത്തെ പോലെ തന്നെ ചെയ്യാണ്. ഈ ക്യൂവിനെ പിയോട് അടുപ്പിക്കുകയാണ്. ക്യൂ എന്ന പോയിന്റിനെ പിയോട് അടുപ്പിക്കുകയാണ്. അടുപ്പിക്കുമ്പോൾ ആ കോഡ് നീങ്ങി വരുന്ന കണ്ടല്ലോ. നീങ്ങി വന്ന് ആ ക്യൂ പി എന്ന് പറയുന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു ആ ക്യൂ റൈറ്റ് സൈഡിൽ നിന്നാണ് പിയോട് അടുത്തത്. അപ്പോൾ ഈ അടുത്ത ലൈനിനെ തൽക്കാലം നമുക്ക് റൈറ്റ് ടാൻജന്റ് എന്ന് പേര് വിളിക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഒരു തൽക്കാലം നമുക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ്. തൽക്കാലത്തേക്ക് കൊടുക്കുന്ന ഒരു പേര് റൈറ്റ് ടാൻജന്റ്. കാരണം റൈറ്റ് സൈഡിൽ നിന്നാണ് ക്യൂ പിയോട് അടുത്തത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേര് ഞാൻ കൊടുത്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആ പോയിന്റ് മാറ്റിയിട്ട് മറ്റൊരു പോയിന്റ് പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു നോക്കാം. പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആർ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. എന്നിട്ട് ആറും പി തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു കോഡ് പരിഗണിച്ചു. എന്നിട്ട് ഈ ആറിനെ പിയോട് അടുപ്പിക്കുകയാണ്. ആറിനെ പിയോട് അടുപ്പിക്കും. ആ കോഡ് നീങ്ങി വരുന്നു. നീങ്ങി ആർ പി എന്ന് പറയുന്ന കോഡ് ഒരു ലൈനിനോട് അടുത്തു. അടുത്ത ആ ലൈനിനെ നമുക്ക് ആറ് പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അടുത്തത് എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമുക്കതിനെ ലെഫ്റ്റ് ടാൻജന്റ് എന്നും വിളിക്കാം. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ലെഫ്റ്റിൽ നിന്ന് അടുത്തപ്പോഴും റൈറ്റിൽ നിന്ന് അടുത്തപ്പോഴും രണ്ട് കേസിലും ഒരേ ലൈനിനോടാണ് അടുത്തത്. അതുകൊണ്ട് നമ്മൾ അതിനെ ടാൻജന്റ് എന്ന് വിളിച്ചിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് രണ്ട് ലൈനും ഒരുമിച്ചൊന്ന് പരിഗണിക്കാം. നോക്കൂ, രണ്ടെണ്ണം ഒരുമിച്ച് പരിഗണിക്കുക. അതുകൊണ്ട് പി ഉണ്ട്, റൈറ്റ് സൈഡിൽ ക്യൂവും ലെഫ്റ്റ് സൈഡിൽ ആറും, ഈ രണ്ട് പോയിന്റുകളും ഒരുമിച്ച് പിയോട് അടുക്കുകയാണ്. പിയോട് അടുക്കുമ്പോൾ ആർ പി എന്ന കോഡ് മാറി വരുന്നത് കാണാം, ക്യൂ പി എന്ന കോഡ് നീങ്ങി വരുന്നതായി കാണാം. ഈ രണ്ട് കേസിലും ഈ രണ്ട് കോഡുകളും എന്തിനോട് അടുക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, വളരെ ക്ലോസ് ആയി കഴിഞ്ഞു. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചത് നോക്കിയേ, രണ്ടും ഒരേ ലൈനിനോടല്ല അടുത്തത്. ഒന്ന് പ്രത്യേകം നോക്കിയാൽ അത് വ്യക്തമാവും. നോക്കൂ, ഒരേ ലൈനിനോടാണ് അടുത്തത്? അല്ല, ക്യൂ പി എന്ന കോഡ് അടുത്ത ലൈൻ ഇതാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തപ്പോൾ
എന്താ സംഭവിച്ചു നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തപ്പോൾ ആർ പി എന്ന കോഡ് എടുത്തത് മറ്റൊന്നിനോടാണ്. രണ്ടും രണ്ട് ഡിഫറൻറ്റ് ലൈനിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എടുത്തപ്പോൾ ഈ രണ്ട് കോഡുകളും പിയുടെ റൈറ്റ് സൈഡിലെ ക്യൂ എന്ന പോയിന്റും പിയുടെ ലെഫ്റ്റ് സൈഡിൽ ആർ എന്ന പോയിന്റും എടുത്തിട്ട്, രണ്ടും കർവിലെ പോയിന്റുകളാണ്, എടുത്തിട്ട് ആ രണ്ട് പോയിന്റുകളെയും പിയോട് അടുപ്പിച്ചപ്പോൾ ഈ രണ്ട് കോഡുകളും അടുത്തത് രണ്ട് ഡിഫറൻറ്റ് ലൈൻസിലേക്കാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് രണ്ട് ഡിഫറൻറ്റ് ടാൻജൻസ് ഉണ്ടെന്നല്ല പറയണത്, അങ്ങനെ പറയില്ല. പകരം പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ടാൻജൻറ്റും റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ടാൻജൻറ്റും ഉണ്ട് എന്നല്ല പറയുക. പകരം പറയുന്നത് ആ പോയിന്റിൽ കർവിന് ടാൻജൻറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ദെയർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ ടാൻജൻറ്റ്, അങ്ങനെയാണ് പറയുക. അല്ലാതെ രണ്ട് വ്യത്യസ്ത ടാൻജൻറ്റ് ഉണ്ട് എന്ന് പറയില്ല. ആ പോയിന്റിൽ കർവിന് ടാൻജൻറ്റ് ഇല്ല എന്നാണ് നമ്മൾ പറയുക. അതാണ് ടാൻജൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയേക്കേണ്ട ഒരു സംഗതി. അപ്പോൾ ഇവിടെ ആ പി എന്ന പോയിന്റിനെ സംബന്ധിച്ച് നോക്കിയാൽ ആ പോയിന്റ് നമുക്ക് ടാൻജൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ പിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു പോയിന്റാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ മറ്റൊരു പോയിന്റ് എടുത്ത് പരിശോധിക്കാം. വേറൊരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇതേ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ പി എന്ന പോയിന്റ് ആ നേരത്തെ എടുത്തിരുന്ന പൊസിഷനിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. നേരത്തെ എടുത്തിരുന്ന പൊസിഷനല്ല, വേറൊരു സ്ഥലത്തേക്ക് പി എ മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് രണ്ട് കോഡ് എടുത്ത് പരിശോധിക്കും. റൈറ്റ് സൈഡിൽ നിന്ന് ക്യൂ എടുത്തു, ക്യൂ എന്ന പോയിന്റ് റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് പി ക്യൂ എന്ന കോഡ് വരച്ചു. നോക്കൂ, ഇനി അടുപ്പിച്ച് നോക്കൂ, ക്യൂവിനെ പിയോട് അടുപ്പിച്ച് നോക്കൂ. ദാ ഒരു ലൈനിനോട് അടുത്തതായി നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ ഇത് മാറ്റിയിട്ട് പിയുടെ റൈറ്റ് സൈഡിൽ വേറൊരു പോയിന്റ്, റൈറ്റ് സൈഡിലല്ല ലെഫ്റ്റ് സൈഡിൽ നിന്ന് മറ്റൊരു പോയിന്റ് എടുക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു 6, എന്നിട്ട് അതിനെ നമ്മൾ ക്യൂയോട് അടുപ്പിക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നൊരു പോയിന്റ് എടുത്തു, റൈറ്റ് സൈഡിൽ നിന്നല്ല, പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു പോയിന്റ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ 6നെ പതുക്കെ പിയോട് ഞാൻ അടുപ്പിച്ചപ്പോൾ ഇതാ ഒരു ലൈനിനോട് അടുത്തു. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ചൊന്ന് പരിശോധിക്കാം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കാം, റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കാം. പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്യൂ എടുത്തതിന് ശേഷം ക്യൂവും പിയുമായിട്ട് ജോയിൻ ചെയ്തൊരു കോഡ് എടുത്തു. ഇനി പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മറ്റൊരു പോയിന്റ് 6 എടുത്തു, എന്നിട്ട് 6ഉം പിയുമായി ജോയിൻ ചെയ്ത് മറ്റൊരു കോഡ് വരച്ചു. ഇനി ഇതിനെ രണ്ടിനെയും അടുപ്പിച്ച് അപ്പോൾ ഒരേ ലൈനിനോട് അടുക്കുന്നു. ദാറ്റ് മീൻസ് അവിടെ ടാൻജന്റ് ഉണ്ട് എന്നും കാണാം. അപ്പോൾ ഒരു ടാൻജന്റ് ഇല്ലാത്തൊരു പോയിന്റും കണ്ടു. ഒരേ കർവിന് തന്നെ ടാൻജന്റ് ഉള്ള പോയിന്റും നമ്മൾ കണ്ടു, ടാൻജന്റ് ഇല്ലാത്ത പോയിന്റും നമ്മൾ കണ്ടു. ടാൻജന്റ് ഉണ്ടായിരുന്ന പോയിന്റും ടാൻജന്റ് ഇല്ലാതിരുന്ന പോയിന്റും നമ്മൾ കണ്ടു. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോയിന്റിലാണ് ടാൻജന്റ് ഇല്ലാതെ വന്നത്. ബാക്കി നിങ്ങൾ ഇതിൽ എവിടെ നോക്കിയാലും അവിടെ എല്ലാം ടാൻജന്റ് ഉണ്ടാകും. ആ കർവ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഒരു പോയിന്റിനൊരു പ്രത്യേകത കാണാം. ആ കർവ് ഇവിടെ ഇങ്ങനെ ഒരു സ്മൂത്ത് കർവായിട്ട് വരിക, സ്മൂത്ത് കർവായിട്ട് ഇങ്ങനെ വന്ന് ആ 1-ലെത്തുമ്പോൾ ഒരു ചെറിയൊരു ഒടിവ് പോലെ, ഒരു ഷാർപ്പ് പോയിന്റ് പോലെ, ഒരു ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ളൊരു എഡ്ജ്, അങ്ങനത്തെ രൂപത്തിലാണ് ആ പോയിന്റിൽ വന്നിരിക്കുന്നത്. ഒരു സ്മൂത്താണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകണമായിരുന്നു, ഇങ്ങനെ വന്ന് ഇതുപോലെ ഇങ്ങനെ പോകണം. പക്ഷെ അവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഒടിവ് പോലെയാണ്, ഒടിഞ്ഞു പോകുന്ന കണക്ക് ഒരു ഷാർപ്പ് എഡ്ജ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ടാൻജന്റ് ഉണ്ടാവില്ല. ടാൻജന്റ് ഉണ്ടാവാത്ത കാരണം ആ പോയിന്റിന്റെ റൈറ്റിൽ നിന്നും ആ പോയിന്റിന്റെ ലെഫ്റ്റിൽ നിന്നും നമ്മൾ രണ്ട് പോയിന്റ് എടുത്തിട്ട്, രണ്ട് കോഡുകൾ എടുത്തിട്ട് ആ റൈറ്റിലെ പോയിന്റിനെയും ലെഫ്റ്റിലെ പോയിന്റിനെയും നമ്മൾ ഈ പിയിലോട്ട് അടുപ്പിക്കുമ്പോൾ ഈ രണ്ട് കോഡുകളും ഒരേ ലൈനിനോടായിരിക്കില്ല അപ്രോച്ച് ചെയ്യുന്നത്, രണ്ട് വ്യത്യസ്ത ലൈനുകളിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ടാൻജന്റ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് രണ്ടും ഒരേ ലൈനിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മൾ അതിനെ ടാൻജന്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ വേറൊരു കർവ് കൂടി ഒന്ന് കാണിക്കാം. ടാൻജന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കർവ്, വേറൊരു കർവാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ നമുക്ക് ഈ ടാൻജന്റ് എന്ന് എടുത്തു നോക്കാം. ഞാൻ ഈ പോയിന്റാണ് എടുക്കുന്നത്. ഈ 1 എന്ന് കാണിച്ചിരിക്കുന്ന പോയിന്റ്, 0-1 എന്ന് പറഞ്ഞ പോയിന്റാണ് എടുക്കുന്നത്. അവിടെ ആ പോയിന്റ് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു. ഇനി ഈ പിയുടെ റൈറ്റ് സൈഡിൽ നിന്നൊരു ക്യൂ എടുത്തു, പിയും ക്യൂവുമായി ജോയിൻ ചെയ്തു, ക്യൂ പി എന്ന കോഡ് എടുത്തു. ഇനി ഈ ക്യൂവിനെ പിയോട് അടുപ്പിക്കുക. ക്യൂവിനെ പിയോട് അടുപ്പിക്കുമ്പോൾ ആ ക്യൂ പി എന്ന കോഡ് മാറി വരുന്ന കാണാം. മാറി എന്തിനോട് അടുക്കുന്നു നോക്കുക. ഒരു ലൈനോട് അടുക്കുകയാണ്, ആ ഒരു ലൈനോട് അടുത്തു. അപ്പോൾ അങ്ങനെ ക്യൂ പിയോട് അടുക്കുമ്പോൾ ക്യൂ പി എന്ന കോഡ് ഒരു ലൈനിനോട് അടുക്കുന്നു എങ്കിൽ ആ ലൈൻ ഇപ്പം റൈറ്റ് സൈഡിൽ നിന്നാണ്,
ഇനി റൈറ്റ് സൈഡിന് പകരം നമുക്ക് ലെഫ്റ്റ് സൈഡ് കൂടി എടുത്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇതേ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക. ഇനി ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 6 എടുത്തു. RP എന്ന കോഡാണ്. അടുപ്പിച്ച് നോക്കുക. അടുപ്പിച്ചു. ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകത കാണാം. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തോ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തോ, രണ്ട് സൈഡിൽ നിന്ന് എടുത്താലും ഒരേപോലുള്ള കോഡാണ്. നമുക്ക് ആ കോഡ് ഇങ്ങനെ അടുപ്പിച്ച് നോക്കുക. അടുപ്പിച്ചപ്പോൾ 2 കേസിലും ഒരേ ലൈനിനോട് അടുത്തിരിക്കുന്നു. ആ ലൈനാണ് പി എന്ന പോയിന്റിലെ ടാൻജന്റ്. ആ ലൈനിനൊരു പ്രത്യേകത ഉണ്ട്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ്. ഈ ലൈനാണ് ഈ പോയിന്റിലെ ടാൻജന്റ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ് എന്നത് മാത്രമല്ല, നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ ലൈൻ ആ പി എന്ന പോയിന്റിലെ ടാൻജന്റ് ആണ്. പക്ഷെ ആ ലൈൻ ആ കർവിനെ കട്ട് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ ഒരു ടാൻജന്റ് കർവിനെ കട്ട് ചെയ്യില്ല എന്നായിരുന്നു. അങ്ങനെ ആവണമെന്നില്ല. കാരണം അങ്ങനെ ധാരണ ഉണ്ടായത് നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ടാൻജന്റ് ഒന്നും തന്നെ കട്ട് ചെയ്യുന്ന ടാൻജന്റുകളായിരുന്നില്ല. ഇവിടെ നോക്കൂ, ആ പി എന്ന പോയിന്റിൽ ടാൻജന്റ് ആ കർവിനെ കട്ട് ചെയ്ത് പോകുന്നു. നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം കാണാൻ പറ്റും. ആ പി എന്ന പോയിന്റിൽ മാത്രമേ ഈ പ്രത്യേകത ഉണ്ടാവുള്ളൂ. ടാൻജന്റ് കർവിനെ കട്ട് ചെയ്ത് പോകുന്നത് മറ്റൊരു സ്ഥലത്ത് അങ്ങനെ കട്ട് ചെയ്ത് പോകത്തില്ല. ആ ഒരൊറ്റ പോയിന്റിൽ മാത്രമായിരിക്കും കട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ടാൻജന്റ് കർവിനെ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് ധരിക്കരുത്. ടാൻജന്റ് കർവിനെ കട്ട് ചെയ്യും എന്നല്ല പറഞ്ഞാൽ ചെയ്യാം. ചില പോയിന്റുകളിൽ ടാൻജന്റ് കർവിനെ കട്ട് ചെയ്യാം. അങ്ങനെയും ടാൻജന്റ് ഉണ്ടാവാം. ഇതാണ് ടാൻജന്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ടാൻജന്റുകൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിലെ ടാൻജന്റ് എടുക്കണമെങ്കിൽ ആ പോയിന്റിൻ്റെ റൈറ്റിൽ നിന്നും ആ പോയിന്റിൻ്റെ ലെഫ്റ്റിൽ നിന്നും 2 പോയിന്റുകൾ എടുക്കുക. ഈ 2 റൈറ്റിൽ നിന്ന് പോയിന്റ് എടുത്തിട്ട് അതിനെ പിയുമായി ജോയിൻ ചെയ്ത് ഒരു കോഡ് വരയ്ക്കുക. ലെഫ്റ്റിൽ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് അതിനെ പിയുമായി ജോയിൻ ചെയ്ത് കോഡ് വരയ്ക്കുക. എന്നിട്ട് ഈ 2 കോഡുകളെയും നമ്മൾ ആ പിയോട് അടുപ്പിക്കുക. അടുപ്പിക്കുമ്പോൾ ഈ 2 കോഡുകളും ഒരേ ലൈനിനോട് അടുക്കുന്നു എങ്കിൽ ആ ലൈനിനെ എന്ത് ലൈനിനോടാണോ അടുക്കുന്നത് അതിനെ നമ്മൾ ആ പോയിന്റിലെ ടാൻജന്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ 2 കേസിലും 2 വ്യത്യസ്ത ലൈനുകളോടാണ് അടുക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ ടാൻജന്റ് എന്ന് വിളിക്കില്ല. പകരം നമ്മൾ 2 ടാൻജന്റ് ഉണ്ടെന്നല്ല പറയുക. പകരം ടാൻജന്റ് ഇല്ല, ആ പോയിന്റിൽ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. അതുപോലെ ടാൻജന്റ് ഒരു പോയിന്റിലെ ടാൻജന്റ് ഒരു കർവിനെ കട്ട് ചെയ്യുകയോ കട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. കട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. കട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടാൻജന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. വെറുതെ ഒരു ടാൻജന്റ് ഒരു കർവ് കാണിച്ചിരിക്കുക. സൈനക്സ് എന്ന് പറയുന്ന കർവ് ആ എ എന്ന പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. എ എന്ന പോയിന്റിലെ ടാൻജന്റായി കാണിച്ചിരുന്നത് കണ്ടോ. ടാൻജന്റ് ഈ പോയിന്റിലാണ് ടാൻജന്റ്. പക്ഷെ അത് വേണമെങ്കിൽ മറ്റ് പോയിന്റുകൾ കർവിനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി ഒരു പോയിന്റ് കൊണ്ട് കാണിക്കുക. അതായത് 3 എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയേ. ആ പോയിന്റിൽ അത് ടാൻജന്റ് അവിടെ ആ 3 എന്ന പോയിന്റിൽ അത് ടാൻജൻ്റാണ്. പക്ഷേ ആ ടാൻജന്റ് കർവിനെ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പം ടാൻജന്റ് കർവിനെ കട്ട് ചെയ്യണം എന്നല്ല, ചെയ്യുക ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ടാൻജന്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അടുത്ത ഡിഫറൻഷ്യബിലിറ്റി എന്ന സെക്ഷൻ പഠിക്കുമ്പോൾ ഈ ടാൻജന്റിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.